വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ ആലത്തൂർ ദേശീയപാത മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി വാനൂരിൽ അടിപ്പാത വേണമെന്ന ആവശ്യത്തിന്മേൽ ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ചു. സമരസമിതി നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ MS മാധവിക്കുട്ടി സ്ഥലത്തെത്തിയത്. തിങ്കളാഴ്ച രാവിലെ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടർ ദേശീയപാത സർവീസ് റോഡ്, ആലത്തൂർ ബൈപ്പാസ് എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു. മേൽപ്പാലം നിർമ്മാണം നടക്കുന്നതിനാൽ സമീപത്തെ 1000-ഓളം കുടുംബങ്ങൾക്ക് ദേശീയപാതയുടെ അപ്പുറത്തേക്ക് കടക്കാൻ വിഷമിക്കുകയാണ്. പാലം പണി പൂർത്തിയായാൽ ഈ പ്രദേശം ഒറ്റപ്പെടുമെന്നാണ് പരാതി. ജില്ലാ കളക്ടറേറ്റിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കളക്ടർ സ്ഥലം സന്ദർശിച്ചത്. അടിപ്പാത നിർമ്മിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരമാകൂ എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്നാൽ പാലത്തിന് 3 മീറ്റർ ഉയരമുണ്ടെങ്കിൽ മാത്രമേ അടിപ്പാത നിർമ്മിക്കാൻ കഴിയൂ എന്നാണ് കളക്ടർ മറുപടി നൽകിയത്. ഇതിനോട് യോജിപ്പില്ലെന്നും അടിപ്പാത വാനൂരിൽ തന്നെ നിർമ്മിക്കണമെന്നും തദ്ദേശവാസികൾ ആവശ്യപ്പെട്ടു. MLA ഫണ്ടിന്റെ ഏകദേശം 25 കോടി പാസ്സായതിൽ ഏകദേശം 15 കോടി രൂപയോളം ചെലവാക്കിയിട്ട് ആശുപത്രിയുടെ ബാക്കിൽ കൂടെ വരുന്ന ബൈപ്പാസ് റോഡ് നമ്മുടെ ഈ വാനൂർ റോഡിലേക്കാണ് ഇനി ബാക്കി ഫണ്ടുകൾ 10 കോടി ചെലവാക്കിയിട്ട് വാനൂർ റോഡ് വീതി കൂട്ടാനും ആ റോഡിലേക്ക് നമ്മുടെ ബൈപ്പാസിൽ നിന്ന് ഇവിടുന്ന് കടന്നു പോകാനുള്ള NH കടന്നു പോകാനുള്ള ഒരു അണ്ടർപാസ് വേണമെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ സഹിതം നമ്മൾ കലക്ടറെയും NH അധികാരികളെയും ഞങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിത് ഹൈക്കോടതിയിലും സുപ്രീം കോടതി വരെ പോകാൻ ഞങ്ങൾ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ഇവർ അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ഈ വാർഡിലെ മെമ്പർമാരും അതുപോലെ തന്നെ ആലത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ആലത്തൂർ MLA, ആലത്തൂർ MP, പാലക്കാട് MP, BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഞങ്ങൾക്ക് അടിപ്പാത വേണം എന്നുള്ളൊരു ആവശ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അനുവദിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത സമര പരിപാടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. ഇന്നിപ്പോൾ കലക്ടർ അനുഭാവപൂർവ്വം പരിഗണിക്കാവുന്നു. അവരുടെ അലൈൻമെൻറ്റ് തെറ്റാത്ത രീതിയിൽ ഞങ്ങൾ അലൈൻമെൻറ്റ് കുറച്ചുകൂടി നീട്ടണമെന്ന്, താഴേക്ക് ഇറങ്ങുന്ന അലൈൻമെൻറ്റ് കുറച്ചുകൂടി നീട്ടണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നും ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ചെയ്തു തരാൻ പറ്റും. അതായത് 3 മീറ്റർ ഹൈറ്റ് എവിടെ കിട്ടുന്നോ അവിടെ നിന്ന് സൗദി ജംഗ്ഷനിൽ ഇറങ്ങി വന്നിട്ട് 3 മീറ്റർ ഹൈറ്റ് എവിടെ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾക്ക് അടിപ്പാത അനുവദിച്ച് തരാം എന്നുള്ള രീതിയിലാണ് ഹൈവേ അതോറിറ്റി കലക്ടറും പറഞ്ഞത്. ഞങ്ങളത് പോരാ, കുറച്ചുകൂടി അടുത്തേക്ക് വേണമെന്നുള്ള രീതിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് അടുത്ത ആഴ്ചയോട് കൂടിയിട്ട് കലക്ടർ നമുക്ക് അതിൻ്റെ കോപ്പി തരുന്നതായിരിക്കും. സമരസമിതി നേതാക്കളായ ഉണ്ണികൃഷ്ണൻ, ഗിരീഷ് കുമാരൻ, M രാജൻ, K ചന്ദ്രൻ, ജാഫർ അലി തുടങ്ങിയവർ കലക്ടറെ വിവരം ധരിപ്പിച്ചു. UTV ന്യൂസ്, പാലക്കാട്.